ബഹുമാനിലെ ഒരു നാടിന്റെ ചിരകാല സ്വപ്നം സി കെ ഹരീന്ദ്രൻ MLA സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, 2 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കൊടുവീട്ടിൽ കടവ് പാലം നിർമ്മാണ ഉദ്ഘാടനവും മണക്കാല ആലച്ചൽ കോണം ആനക്കുഴി പ്ലാമ്പഴിഞ്ഞി റോഡ് നവീകരണ ഉദ്ഘാടനവുമാണ് നടക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഈ 2 പദ്ധതികളുടെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. പാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് മാത്രം നിർമ്മാണം ആരംഭിക്കുന്ന 3ാമത്തെ പാലമാണ്. 3 പാലത്തിൻ്റെയും ഒരു പ്രത്യേകത 3ഉം നെയ്യാറിന് കുറുകെ പണിയുന്നു എന്നുള്ളതാണ്. 3 പാലവും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ്. ഈ നാട് ഇങ്ങനെ മുന്നേറിയ ഒരു കാലമുണ്ടോ? ഇവിടെ ഇപ്പോൾ ബഹുമാന്യരായ 2 MLA-മാരുണ്ട്. ഒരാൾ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. പാറശാല മണ്ഡലത്തിന് പുറമെ അരുവിക്കരയും കാട്ടാക്കടയും IB സതീഷ് ഇവിടെ എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2016-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റുകളുടെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്താകെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പിൻ്റെ കാലമായിരുന്നു. പാറശാല നിയോജക മണ്ഡലത്തിലെ ഈ 9.5 വർഷത്തിനിടയിൽ അഭൂതപൂർവമായ മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിലാകെ ഈ മാറ്റം കാണാൻ വേണ്ടി പറ്റുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ന് മാത്രം ഒറ്റ ദിവസം കൊണ്ട് 50 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ മാസം 11 ഒറ്റ ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ വന്നിരിക്കുകയാണ്. അതാണ് പ്രത്യേകത. ഇപ്പോൾ അരുവിക്കര MLA ഇവിടെയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, ഒരു മാസം, എത്ര മാസമായിട്ടോ, കഴിഞ്ഞ മാസം 20 ഓഗസ്റ്റ് 20 3 പാലം വിതുരയിൽ ഉൾപ്പെടെ 3 പാലത്തിന് തറക്കല്ലിട്ടു. 25 കോടിയോളം രൂപയുടെ പ്രവൃത്തിയാണ് ഒറ്റ ദിവസം വിവിധ പദ്ധതികളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ പാലം എടുത്ത് പരിശോധിച്ചാൽ ഇതിൻ്റെ സ്ഥലമേറ്റെടുക്കലിന് മാത്രമായി 7,92,00,000 രൂപയും അനുവദിച്ചു. എത്രയോ കാലമായി നാട് ആഗ്രഹിച്ച പദ്ധതിയാണ്. പുഷ്പാകരൻ ശ്രീമതി രത്നമ്മ